നമ്മളിന്ന് സോസേജ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സോസേജാണിത്. സോസേജ് ഇട്ടിട്ട് എങ്ങനെ ഒരു കറി ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ എണ്ണ ചൂടായി അതിലേക്ക് ഉള്ളി ഇട്ടെടുത്തൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് ഉള്ളി ഒന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടെടുക്കാം. അപ്പോൾ ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു 1.5 തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു 2-3 അല്ലി വെളുത്തുള്ളി, ഒരു കുഞ്ഞിഞ്ചി കഷ്ണം, 2 പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇല. ഇനി ഇതൊക്കെ ഒന്ന് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മളിതെല്ലാം ഇട്ടിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് തക്കാളിയൊക്കെ ഒന്ന് വേവുന്നത് വരെ കാത്തിരിക്കുക. ഒരു 5 മിനിറ്റ്, ഒരു 5 അല്ല 2-3 മിനിറ്റ് നമുക്കത് കാത്തിരിക്കാം. ഇപ്പം നമ്മൾ തക്കാളി ഉള്ളിയൊക്കെ പെട്ടെന്ന് സാധനങ്ങളൊക്കെ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ ഒന്ന് നന്നായിട്ട് വഴണ്ട് വരട്ടെ. അതുവരെ നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം. തക്കാളിയൊക്കെ ഒന്ന് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഇടുന്നത് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, മുളക് പൊടി 2 ടീസ്പൂൺ, എരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ. 1 ടീസ്പൂണ് ചിക്കൻ മസാല, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂണ് കുരുമുളക് പൊടി. ഇതൊക്കെ തീ കുറച്ച് വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഈ പൊടികൾ കരിഞ്ഞു പോകും. ഇനി നമുക്കിത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇളക്കി ഇപ്പം നമ്മളെ മസാല റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് സോസേജ് ഇട്ട് കൊടുക്കാം. പിന്നെ ആ സോസേജ് നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് നമുക്കിതിലിട്ട്. ഞാനിപ്പോൾ ഇതിൽ ഒരു 5 സോസേജ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതിലേക്ക് കുറച്ച് വെള്ളം നമ്മൾ ഒഴിക്കുന്നുണ്ട്. കാരണം അത് നമ്മൾ ഗ്രേവിയാണ്, കുറച്ച് ഗ്രേവി വെള്ളം പോലെയാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ പാകത്തിന് നോക്കിയിട്ട് ഇട്ടെടുക്കുക. അപ്പോൾ നമ്മളിതിൽ നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ്, അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടെടുത്തിട്ട് നമുക്കൊരു 3 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ സോസേജ് കറി റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പറാണ്, ടേസ്റ്റിയാണ്. നമ്മൾ ചപ്പാത്തി, ദോശ ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയൊരു ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്യാം.